ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. ഞാൻ കുറച്ച് നാളായിട്ട് പറഞ്ഞു നമ്മളെ ടെൻറ്റും കാര്യങ്ങളും ഓപ്പൺ ചെയ്യണം എങ്ങനെയാണ്, പിന്നെ അത് മഴയത്ത് നിൽക്കുമോ, അങ്ങനെ കുറേ ഡൗട്ട്സുകൾ എല്ലാവർക്കും ഉണ്ട്. എവിടെ നിന്ന് നല്ല ടെൻറ്റ് മേടിക്കണം, ഏകദേശം എത്ര രൂപയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടെൻറ്റ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ടെൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ വേറെ നല്ല എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്താണ്. അവിടെ കുറച്ച് സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. പറ്റുമെങ്കിൽ ഇപ്പം കാലാവസ്ഥ ഓക്കെയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതലും പറഞ്ഞ് ബോറടിപ്പിക്കില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടെൻറ്റ് എടുത്താൽ എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളതിൽ ഇരിക്കുന്നത് ഇതാണ് ടെൻറ്റ്. ഏതൊക്കെ ആദ്യം വരേണ്ട ഒരു സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യുക. നമ്മൾ ചിലപ്പം മലയുടെ മൗണ്ടനിലാണെങ്കിൽ അല്ലെങ്കിൽ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ചിലപ്പം നമ്മുടെ കുപ്പികളൊക്കെ കൊണ്ടിടാം. അപ്പോൾ അത് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ടെൻറ്റ് ഉണ്ടല്ലോ, നമ്മൾക്ക് ഇത് പിന്നെയും യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്ഥലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് ടെൻറ്റ് കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവിടെ ക്ലിയർ ചെയ്യുക എന്നാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടിയിലോട്ട് പോകാൻ ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ തന്നെ നോക്കിയാൽ തന്നെ ഇവിടെ കുറച്ച് സ്ഥലം നല്ലതായിട്ടുണ്ട്. പിന്നെ കമ്പൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയിടാം. ഇവിടെ ചെറിയ ഇത് നമ്മൾ സാധാരണ കണ്ടോ കുപ്പിച്ചിലൊക്കെ കണ്ടോ, ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ കാണും. നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറൊന്നും വിഷയമില്ല. അല്ലാതെ നമ്മൾ ഈ ടെൻറ്റ് കീറാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റിയിടാം. ഇതിപ്പം പുറത്ത് പോയി ചെയ്യാണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാമെന്നുള്ള ഇതാണ്. ഓക്കെ, നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയി. നമുക്ക് ചെറുതായിട്ട് വലുതായിട്ടൊന്നും നമ്മൾ മാറ്റണ്ട. നമ്മൾ ഈ ടെൻറ്റ് കീറാതിരിക്കേണ്ട രീതിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നാൽ കുപ്പിച്ചിട്ടായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെൻറ്റ് കയറും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ടെൻറ്റ് നമ്മൾ സ്ഥലത്ത് ഔട്ട്ഡോറിലൊക്കെ പ്ലേസ് ചെയ്യുമ്പം ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്. എന്ന് വെച്ചാൽ കാറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ടെൻറ്റ് അല്ലാത്ത സ്ഥലത്ത് തന്നെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ടെൻറ്റ് എന്തായാലും ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പം ടെൻറ്റ് നിൽക്കുന്ന നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, നമുക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ 2 സ്ട്രാപ്പ് കാണും. നമ്മൾ ഇതിനകത്ത് ഞാൻ വില എത്ര രൂപയാവും ടെൻറ്റ് മേടിക്കാനെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ടെൻറ്റ് കേട്ടോ, ടെൻറ്റ് നമ്മളിപ്പം എടുക്കുമ്പോൾ ഇത് ഞാൻ തന്നെ മടക്കി വെച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം. ടെൻറ്റ് കാര്യങ്ങളും മറ്റേ റെയിൻ കവറൊക്കെ വരുന്നത് ഈ ഒരു ഐറ്റം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെൻറ്റ് ഇട്ട് വയ്ക്കുന്ന സംഭവം. ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മളിപ്പം വേറെ സ്ഥലത്താണ്, നമ്മളിപ്പം എന്താ പറയേണ്ടത്, നമ്മളിപ്പം ഒരു ഇതേപോലെ ഒരു റഫായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നമ്മളിപ്പം കാറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലത്താണ് നമ്മൾ ടെൻറ്റ് ഇടണത്. ആ സമയത്ത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കണ്ടോ, ഇതിൻ്റെ പേരൊന്നും ചോദിച്ചു കളയില്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് പേരും കാര്യങ്ങളൊക്കെ പൊതുവെ അറിയത്തില്ല. ഞാൻ എങ്ങനെ വേണമെങ്കിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാരണം എനിക്ക് അത് മാത്രമേ അറിയാവൂ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടോ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് മടക്കുന്നത്, ഞാൻ എളുപ്പത്തിന് എങ്ങനെയാണ് ടെൻറ്റ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ. ഇത് കഴിഞ്ഞു. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇത് മാറ്റിയിട്ട് നമുക്ക് മെയിൻ ഐറ്റം അങ്ങ് എടുക്കാം. ഇവിടെ ജസ്റ്റ് നമ്മളിപ്പം എന്ത് കാര്യങ്ങൾ എടുത്താലും പള്ളിയൊക്കെ ആണെങ്കിൽ കളയാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് നമ്മുടെ ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങ് ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കുക. ഇവിടെ അങ്ങ് ജസ്റ്റ് കെട്ടി വയ്ക്കാറാണ് പതിവ്. ഓക്കെ, എന്നിട്ട് ഇതാണ് മറ്റെൻറ്റ്. ജസ്റ്റ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഇനി അടുത്ത മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ഇതുണ്ടോ, അടുത്ത മെയിൻ ഐറ്റം ഇതാണ്. നമ്മൾ കമ്പിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിരിക്കുക. നമ്മളത് ഒന്നും കളയാൻ പാടില്ല. ഇതിപ്പോൾ 2 എണ്ണം വരുന്നുണ്ട്. എന്നുവെച്ചാൽ ക്രോസായിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഒന്ന് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് വരും 2 എണ്ണം. ഇതിനൊക്കെ പ്രൊഫഷണൽ പേരുകളുണ്ട്, പക്ഷേ എനിക്ക് അത് അറിയത്തില്ല. ഒന്ന് റെഡിയായി കണ്ടോ, ഒന്ന് റെഡിയായി. ഇനി അടുത്തൊന്നുണ്ട്, അതും കൂടെ നമുക്ക് റെഡിയാക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന വഴിയാണ് കാണിച്ചിരുന്നത് കേട്ടോ.
പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതുണ്ടോ, ഈ എഡ്ജ് ഉണ്ടോ, ഈ എഡ്ജ് ഇവിടെ ഒരു ഇതുണ്ട്, പോക്കറ്റ് പോലെ സംഭവമാണ് കണ്ടോ. ഇവിടെ നമുക്ക് ഇതങ്ങ് കയറ്റി നിർത്താം, മനസ്സിലാവും. ഇത് കയറ്റി നിർത്തിയിട്ട് അതേ ഒരു പോക്കറ്റ് പോലെ സംഭവം ഇപ്പുറത്തുണ്ടാവും കണ്ടോ. ഈ പോക്കറ്റിനകത്ത് അടുത്തത് ഇത് വളച്ച് കണ്ടോ, ഇതാണ് സംഭവം കണ്ടോ. ഇപ്പം നിൽക്കുന്നുണ്ടോ, നമ്മൾ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, എഡ്ജ് ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഉണ്ടോ, ഇവിടുത്തെ പോക്കറ്റിനകത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ടിപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കണ്ടോ, ഇത് ക്രോസ്ഡായി. എന്നിട്ട് ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അടുക്കത്തെ ഒരു ക്ലിപ്പുണ്ട്, ഇങ്ങനത്തെ ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ ജസ്റ്റ് കൊടുത്ത് വയ്ക്കുക, ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് വയ്ക്കുക കണ്ടോ. ഇത്രയുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലെല്ലാം ഇതേപോലെ ക്ലിപ്പുണ്ട് കണ്ടോ, അതൊക്കെ ഇട്ടിട്ട് വരാം. ജസ്റ്റ് പോയി ഓക്കെ കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ എത്ര സമയം എടുത്തെന്നോ നമുക്ക് ടൈം ലൈനിൽ നോക്കാൻ പറയാൻ പറ്റും കണ്ടോ. ഇത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഞാൻ അപ്പുറത്തോട്ട് വരാം. ഇപ്പം നമ്മളെ ടെൻറ്റ് എന്തായാലും റെഡിയായി കണ്ടോ. ഇത്രേ ഉള്ളൂ. ഇവിടെ ടെൻറ്റിനകത്ത് നമ്മൾ ഇതിപ്പോൾ നല്ല കവറാണ്, ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് പറയാം. ഇത് മഴ ഒക്കെ ചെറിയ ചാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പ്രൊട്ടക്റ്റ് ചെയ്യും, വലിയ വിഷയമില്ല, അകത്ത് വെള്ളം കയറത്തില്ല. ഇത് നമുക്ക് എയർ ഹോളുണ്ട്, ഇവിടെ നെറ്റ് സംഭവങ്ങളുണ്ട് കണ്ടോ. ഇതിൻ്റെ അടിഭാഗം വരുന്നത് കണ്ടോ, ഇത് നമ്മളെ ടാർപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ടാർപ്പ കീറിപ്പോയ മെനക്കേടാണ്. ഈ ടാർപ്പ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളം കയറത്തില്ല. ഇത്ര ഹൈറ്റിലുണ്ട്, നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് നമുക്ക് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് മണ്ടേ കയറത്തില്ല. അപ്പം ഇത്രയാണ് നമ്മൾ ടെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യം. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എങ്ങനെ മഴ വരുമ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതിനൊരു റെയിൻ കവറുണ്ട്, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ് കാര്യങ്ങൾ വരുന്നത് കണ്ടോ. ജസ്റ്റ് ഇങ്ങനെ നല്ലോണം ഓപ്പൺ ആവും. ഓക്കെ, ഇനിയുള്ളത് റെയിൻ കവറാണ്. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ റെയിൻ കവർ ഉണങ്ങിയ ശേഷം ഞാൻ അകത്താണ് ഇടാറുള്ളത്. മടക്കുമ്പോൾ എപ്പോഴും പുറത്തിടാറില്ല, അകത്താണ് ഇടാറുള്ളത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നെറ്റ് നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊതു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറത്തില്ല. ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കൊതു ഒന്നും കയറത്തില്ല. പിന്നെ ഇത്തിരി ചൂട് കാണും. നമ്മളിപ്പോൾ സാധാരണ നമ്മളൊരു ക്ലൈമറ്റിൽ നമുക്കിത് ജസ്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂട് കാണും കണ്ടോ. നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഏകദേശം ഇത് 2 പേഴ്സൺ ടെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് കിടക്കുകയും ചെയ്യാം. അതേപടി ഒരു 4-5 ബാഗ് നമുക്ക് അതിനകത്ത് വെക്കുകയും ചെയ്യാം. അപ്പം അത്രയ്ക്ക് സ്പേഷ്യസ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെയിൻ കവർ എങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ഇത് അവിടെ ഫ്രണ്ട് വരും, ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ സംഭവം കണ്ടല്ലോ നിങ്ങൾ, ഈ സംഭവം ഈ കെട്ട് നമുക്ക് ഇവിടെ അങ്ങ് കെട്ടുക. ഇത് രണ്ടും കൂടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടുക. ജസ്റ്റ് വലിയ ടൈറ്റായിട്ടൊന്നും കെട്ടണ്ട, നമുക്കിപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് കെട്ടിയാൽ മതി. ഉണ്ടോ, ജസ്റ്റ് ഒന്ന് കെട്ടിയാൽ മതി കേട്ടോ. ടൈറ്റ് ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കെട്ടിയാൽ മതി. എന്നിട്ട് ഇതിനെ തിരിച്ച് നമ്മൾ വലിച്ച് താഴോട്ട് ഇടുക. നേരത്തെ ഈ ഭാഗമല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇങ്ങനത്തെ ഓപ്പണിംഗ് ഉള്ള ഭാഗം ഇത് ബാക്കിലാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെ ഓപ്പണിംഗ് ഉള്ള ഭാഗം ടെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ വരണം. അങ്ങനെയാണ് ടെൻറ്റ് ചെയ്യേണ്ടത് കണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നടുക്ക് കിട്ടിയില്ല, അതേപോലെ ഓരോ ലെഗിൽ ഇങ്ങനെ ഒരു കെട്ട് വെക്കണം.
കെട്ടുക, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ലോക്ക് ഇടുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ എല്ലാ സൈഡിലും നമുക്ക് നൂല എന്തെങ്കിലും കെട്ടി വയ്ക്കേണ്ട സംഭവങ്ങളുണ്ട് കേട്ടോ. എല്ലാ സൈഡിലും ഉണ്ട്, 4 സൈഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഉണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ വലിച്ച് തറയിൽ അടിച്ച് വയ്ക്കാനും ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതും കൂടെ കാണിച്ചു തരാം. അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കവറില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ആ കവർ എടുക്കുക. അതിനകത്ത് ഇത് കണ്ടോ, ക്ലാമ്പ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് ക്ലാമ്പൊന്നും ആയിരിക്കത്തില്ല, ഇംഗ്ലീഷ് വേറെ വലിയ പേരുകൾ കാണും കേട്ടോ. ഈ കമ്പി നമുക്ക് അടിച്ചേക്കും. സാധാരണ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ചുറ്റുവലൊന്നും കാര്യങ്ങളില്ല. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കല്ലുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക. എന്നിട്ടാ ഈ സൈഡ് കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. എന്നാലും ജസ്റ്റ് ഒന്ന് താത്ത് വയ്ക്കുക. എന്നിട്ട് കല്ല് വെച്ചിടിക്കുക, അതവിടെ ഇരുന്നോളൂ. എല്ലാ സൈഡും ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്ത് നൂല് കിട്ടും കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഉണ്ടല്ലോ, ഇങ്ങനെ കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ നോഡ് ഉണ്ടാക്കുക. കണ്ടോ, സിമ്പിളായിട്ടൊരു നോഡ് ഉണ്ടാക്കുക. എന്നിട്ട് ഉണ്ടോ, നോഡാക്കി ടൈറ്റ് ചെയ്ത് വയ്ക്കുക, അവിടെ ഇരുന്നോളൂ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഇതേപോലെ ഒരു കമ്പി അടിച്ചു വെച്ചിട്ട് അതിലോട്ട് വലിച്ചു കെട്ടി വയ്ക്കാം. അവിടെ ഇരുന്നോളും. കണ്ടോ, ഈ കാറ്റ് വന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സൈഡിലും നമുക്കുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ കാറ്റും കാര്യങ്ങളും വരുമ്പോൾ കെട്ടി വയ്ക്കുന്നത്. ഉണ്ട് ഇപ്പുറത്ത് എല്ലാ സൈഡും ഇതേപോലെ ഉണ്ട്. വെയിറ്റ് കൊണ്ടെടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ കയറി കാണിച്ചു തരാം. ഡോർ തുറക്കാം. ഉണ്ടോ, അപ്പം നിങ്ങൾ കണ്ടോ, ഇതാണ് അല്ലോ ഞാൻ പറഞ്ഞില്ലേ, സുഖമായിട്ട് കാണിച്ചിടാം. ഉണ്ടോ, സുഖമായിട്ട് നിവർന്ന് കിടക്കാം. ഉണ്ടോ, നല്ല സ്പേഷ്യസ് ആണ്. ഉണ്ടോ, ഇത്തിരി ചൂട് കൂടുതലാണ് കേട്ടോ. ഉണ്ടോ, ഇതിപ്പോൾ ഒരാൾക്ക് എനിക്ക് കാല് കണ്ട നല്ല നീളമുണ്ട്. കണ്ടോ, ഇനിയും സ്പേസ് ഉണ്ട്. കണ്ടോ കണ്ടോ. അപ്പോൾ ഇതാണ് കാര്യം. നമുക്ക് ഇതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ ഇരിക്കാം, തലയും തട്ടത്തില്ല. കണ്ടോ, പിന്നെ ഇവിടെ ഒരു ക്ലിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ട്രാവലിംഗ് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നല്ല സ്ട്രോങ് ആണ്, മനസ്സിലായോ? അപ്പം ഇത്രയാണ് കാര്യം. പിന്നെ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ ഇത് എന്തെല്ലാണെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചത് തുണി ഇടാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ വിചാരിച്ച പോലെ മഴയൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് റെയിൻ കവറാണ്. നമുക്ക് അതിനകത്ത് വെള്ളം അകത്ത് പോകത്തില്ല. ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ,
കണ്ടോ, ഇത് നമുക്ക് മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അകത്ത് വെള്ളം കയറത്തില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇപ്പം അകത്ത് തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്തൊരു കവറില്ല, അതും കൂടെ അതിലൂടെ വെള്ളം ഒഴിച്ച് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിപ്പം റെയിൻ കവർ മാറ്റിയിട്ടുള്ള ഭാഗമാണ് നമുക്ക് ടെൻറ്റിൻ്റെ. കണ്ടോ, ഇതിലും അധികം വെള്ളമൊന്നും അതിനകത്ത് കറക്റ്റായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇത് വെള്ളം മുഴുവൻ ഒഴിച്ച് കണ്ടോ, ഡയറക്റ്റ് വെള്ളം അപ്ലൈ ആണ്. എന്നിട്ട് അകത്ത് കാണിച്ചു തരാം, നനയുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കണ്ടോ നനവെന്ന സംഭവം ഇല്ല. വെള്ളം പുറത്ത് തുള്ളിത്തറ, ഇതിനകത്ത് ഒരു നനവും വന്നിട്ടില്ല. നമുക്ക് ചെറിയ ചെറിയ ചാറ്റിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് റെയിൻ കവറിൻ്റെ ആവശ്യമില്ല. ഇല്ലാതെ വലിയ വലിയ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റേ റെയിൻ കവർ ഇട്ട് തന്നെ. കാരണം മറ്റേത് ഇടുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലൈമറ്റിലൊക്കെ ഇത് ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ്. പിന്നെ അങ്ങോട്ട് പോകും തോറും നമുക്ക് തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് ഇതിന് എത്ര രൂപയായെന്ന് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെക്കാത്ലോണിൽ നിന്നാണ് മേടിച്ചത്. നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുള്ളിടത്ത്, നമുക്ക് വിശ്വാസമല്ല, നമുക്ക് കറക്റ്റായിട്ട് ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ട് മേടിച്ചതാണ് ടെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. കാരണം നമുക്കിതിലൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ കിടിലം പണിയായിരിക്കും, കാരണം പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പം ഡെക്കാത്ലോണിൽ ഞാൻ മേടിച്ചത് ഇത് 2000 രൂപ അടുപ്പിച്ചായി. ഈ സാധനം ഇത് ടെൻറ്റ് മാത്രം മേടിച്ചതാണ് 2000 രൂപ അടുപ്പിച്ചായി. അപ്പോൾ നിങ്ങൾ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾക്ക് കറക്റ്റ് കണ്ട് കൺഫേം ചെയ്തിട്ട് മാത്രം സാധനം മേടിക്കുക. പ്രത്യേകിച്ച് ടെൻറ്റ് മേടിക്കുമ്പോൾ ഓൺലൈന് വലിയ താല്പര്യം, ഞാൻ ഇങ്ങനെ നേരിട്ട് പോയി മേടിക്കാറാണ് പതിവ്. കാരണം ഓൺലൈൻ പൊതുവെ മേടിക്കുന്നത് കുറവാണ്. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട സൈഡിലൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, നോട്ടിഫിക്കേഷൻ അതും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ മാത്രം നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.